നിൽക്കുന്നു ലിജു ഉണ്ട്, അതേപോലെ ചോദ്യമുണ്ട്. ആരായിരുന്നു ക്യാപ്റ്റൻ ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ? അകത്തുണ്ട് സർജിക്കൽ സ്ട്രൈക്ക് കമാൻഡോസിന്റെ പേരൊരിക്കലും പുറത്തുവിടാറില്ല. അതാണ് ബിസിനസ് സീക്രട്ട് ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല. ഭാഷയിൽ പറഞ്ഞാൽ നമ്പർ 1 കൊമ്രേഡിനെ ആകാൻ സാധ്യതയുള്ള ഒരാളെയാണ് കോൺഗ്രസ് മാരിയറായി കിട്ടിയിരിക്കുന്നത്. അതെ CPM ഒരു ഓപ്ഷനാണ്. ഏറെ മോഹിച്ച ഒരാളെ, CPM ഏറെ മോഹിച്ച ഒരാളെ എല്ലാവരും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് കാത്തു നിന്നവരെ ഈ കാത്തിരുന്ന ഒരു കസ്തൂരി മാമ്പരെ കാക്കകൊത്തി പോയി പോലെയായി. സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ആണ്. CPM തുടങ്ങി വെച്ച മൂവ്മെന്റിൽ സർജിക്കൽ സ്ട്രൈക്കിംഗ് ഫിനിഷിംഗ് ടച്ച് നടന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ദേശീയ തലത്തിൽ പോലും കോൺഗ്രസിലെ നേതാക്കൾ BJPയിലേക്ക് പോകുന്നു, പത്മജ BJPയിലേക്ക് പോകുന്നു എന്നതിന് നിങ്ങൾ കൊടുത്തൊരു കൗണ്ടർ ചെക്കാണ് സന്ദീപ് കോൺഗ്രസ് ക്യാമ്പിലേക്ക്. തീർച്ചയായിട്ടും. അതായത് അവരുടെ ഏറ്റവും വലിയ ഐഡിയോളജിക്കൽ മുഖമായിരുന്ന ഒരാൾ വളരെ കൃത്യമായ ഐഡിയോളജി തള്ളിപ്പറഞ്ഞിട്ടാണ്. ഇന്നത്തെ സന്ദീപ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിൽ ഒരു അംഗത്വം അതേ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിനകത്തൊരു കൃത്യമായ ഐഡിയോളജിക്കൽ ചേഞ്ചാണ്. അല്ലാതെ പാർട്ടി വിട്ടു പോയവർ പറഞ്ഞ ഞങ്ങൾക്ക് സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ പ്രശ്നമല്ല. അതൊരു ആശയപരമായ മാറ്റമാണ്. അതൊരു വളരെ കൃത്യമായ സന്ദേശമാണ്.